പ്രഷർ കൂടുന്നുണ്ടോ, കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ, തൈറോയ്ഡ് കൂടുന്നുണ്ടോ? എനിക്ക് പ്രധാന കാരണം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് കുട്ടികൾ, പഠിക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ മന്ദബുദ്ധികളായി മാറാനുള്ള ഒരുപാട് സാധ്യത കൂടുതൽ. പ്രാണവായുവിന്റെ കുറവാണ് ഒരുവിധപ്പെട്ട അസുഖങ്ങൾക്കും പ്രധാന കാരണങ്ങൾ. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആയോധന കലാക്ഷേത്രയുടെ പിതാവ് അശോകൻ ഗുരുക്കളാണ്. നമസ്കാരം ഗുരുജി. നമസ്തേ. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാർക്ക് ദിവസേന പാലിക്കേണ്ട ഒരു ആരോഗ്യ ജീവിത ശൈലി എങ്ങനെയൊക്കെ ആയിരിക്കണം? ഒരു വ്യക്തി ഒരു പ്രകൃതിയിലേക്ക് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നു, സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോൾ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പ്രകൃതി വളരെ ശാന്തമായിരിക്കും. ആ സമയത്ത് വൃക്ഷങ്ങളെല്ലാം ഏറ്റവും നല്ല ശുദ്ധവായു ധാരാളമായിട്ട് പുറത്തുവിടുന്നു. ആ ശുദ്ധവായു നമ്മൾ അത് കൃത്യമായിട്ട് ശ്വസിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ ആയുസ് വളരെ ദീർഘമായിരിക്കും. അതേ സമയത്ത് നമ്മൾ ആ സമയത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി ഈ ഉച്ച സമയമാകുമ്പോഴത്തേക്കും എണീറ്റ് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മലം അത് ദൂഷിച്ച് നമ്മുടെ തലച്ചോറിനെയും എല്ലാ ഭാഗങ്ങളെയും മൊത്തമായിട്ട് അത് ബാധിച്ച് മലം പുറന്തള്ളാതെ വരുന്നു. പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് അത് കാരണമാകുന്നു. അതുപോലെ തന്നെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഉന്മേഷമായിരിക്കും. അത് നമ്മുടെ വിശപ്പിനെ നന്നായിട്ട് വർദ്ധിപ്പിക്കും. അത് നമ്മുടെ ഓജസ്സിനെയും തേജസ്സിനെയും എല്ലാം മൊത്തത്തിൽ നമ്മുടെ ആയുസ്സിനെ, ആരോഗ്യത്തെ നല്ലപോലെ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിരാവിലെ എഴുന്നേൽക്കുക, ശുദ്ധവായു പുറത്തുവിടുക. ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ആലിനെ പ്രദക്ഷിണം ചെയ്യണം എന്ന് പറയും. ആ ആലിനെ പ്രദക്ഷിണം ചെയ്യുന്ന എന്തിനാ? ഏറ്റവും കൂടുതൽ പ്രാണോർജം പുറത്തുവിടുന്ന ഒരു വൃക്ഷമാണ് ആല് എന്ന് പറയുന്നത്. ആ ആലിനെ നമ്മൾ പ്രദക്ഷിണം ചെയ്യും തോറും നമ്മുടെ ശരീരത്തെ നമ്മൾ ചലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ പരമാവധി ശുദ്ധവായു നമ്മുടെ ഉള്ളിലേക്ക്, പ്രാണവായു നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു. ആ പ്രാണവായു നമ്മുടെ ഉള്ളിൽ എത്തുക എന്ന് പറയുമ്പോൾ ഉള്ളിൽ കെട്ടി നിൽക്കുന്ന അശുദ്ധവായുവിനെ മുഴുവൻ നമ്മൾ പുറന്തള്ളിച്ചു. അപ്പോൾ തന്നെ കുറേ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലാണ്ടാവും. പ്രാണവായുവിന്റെ കുറവാണ് ഒരുവിധപ്പെട്ട അസുഖങ്ങൾക്കും പ്രധാന കാരണങ്ങൾ. അപ്പോൾ അതിന് നമുക്ക് ഈ അതിരാവിലെയുള്ള എഴുന്നേൽക്കലും ആ പ്രാണോർജം നമ്മൾ നല്ലപോലെ ഉള്ളിലേക്ക് എടുക്കുന്നതും നമുക്ക് ദീർഘായുസ്സിന് വരെ നമുക്ക് ഗുണകരമാണ്. മറ്റൊന്നുള്ളത്, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു ദിവസം 20 കിലോ തൂക്കമുള്ള ഒരു വ്യക്തി നമ്മുടെ 1 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. ആ രീതിയിൽ നമ്മുടെ തൂക്കത്തിനനുസരിച്ച് അത് രാവിലെ മുതൽ വൈകിട്ട് വരെ അത് പാലിക്കുക. അതേ സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കെട്ടവെള്ളം കുടിക്കരുതെന്ന് പറയും. കെട്ടവെള്ളം കുടിക്കാനും കൊള്ളില്ല, കുളിക്കാനും കൊള്ളില്ല. കെട്ടവെള്ളത്തിൽ കുളിച്ചവൻ കെട്ടവനാവും എന്ന് പറയും. അതായത് ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം മിക്സ് ചെയ്ത് കുടിക്കാനും പാടില്ല, കുളിക്കാനും ഉപയോഗിക്കാൻ പാടില്ല. അത് വൃത്തികെട്ട വെള്ളമാണ്. ആ വെള്ളത്തെ നമ്മൾ ആരും ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിൽ പ്രാണന്റെ അളവ് കുറയും. അത് നമ്മുടെ പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് നമുക്ക് കാരണമാകും. ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം കുടിക്കാനായിട്ട്. കിണറ്റിലെ വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളം നമുക്ക് എടുത്തു കുടിക്കാം. അത് എത്ര കുടിച്ചാലും അതിൽ pH എന്ന് പറയുന്ന അതിൻ്റെ പ്രാണോർജം എല്ലാം അത് കറക്റ്റ് അളവിലായിരിക്കും. ആ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടത്. അതിന് പകരം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ആ വെള്ളത്തിനെ തിളപ്പിച്ച് അതിനെ കൊന്ന് അതിലെ പ്രാണോർജം മുഴുവൻ കളഞ്ഞ് ആ കെട്ട വെള്ളം, ചത്ത വെള്ളമാണ് നമ്മൾ പിന്നെ കുടിക്കുന്നത്. ആ വെള്ളം ചൂട് കൂടുതലാകുമ്പോൾ അതിൽ കുറച്ച് പച്ചവെള്ളം മിക്സ് ചെയ്യും. അത് ഏറ്റവും തെറ്റായിട്ടുള്ള രീതിയാണത്. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വെള്ളമാണത്. കുടിക്കാൻ എപ്പോഴും ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കാം. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കൂടി ഞാൻ വരുത്തുകയാണ്. അതിരാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. ശരി, കെട്ട വെള്ളം കുടിക്കാം അതിരാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രം. അത് പരമാവധി വെള്ളം കുടിക്കുകയും ചെയ്യും. ആ സമയത്ത് അത് കുറച്ച് പച്ചവെള്ളത്തിൽ കുറച്ച് ചൂടുവെള്ളം മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു 1-2 കല്ലുപ്പ് ഇട്ട് അത് ഇളക്കിയതിന് ശേഷം ആ വെള്ളം ഇരുന്ന് കുടിക്കുക. അത് ഒരു 1 ലിറ്റർ വരെയൊക്കെ നമുക്ക് കുടിക്കാം. അത് നല്ലതാണ്, ഉത്തമമാണത്.
അത് അതിരാവിലെ മാത്രം കുടിക്കാം. കാരണം നമ്മൾ രാത്രിയിൽ നീണ്ട ഉറക്കത്തിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടാവും. ആ കുറവിനെ പരിഹരിക്കാനാണ് കൂടുതൽ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. കെട്ടവെള്ളം കുടിക്കാൻ പറയുന്നത് ആ സമയത്ത് നമുക്ക് മലശോധന ഉണ്ടാവണം. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൻ്റെ ലക്ഷണമാണ്. അതിരാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കക്കൂസിൽ പോകണം. അതിനെ ഉള്ളിൽ കെട്ടി നിൽക്കുന്ന മലത്തെ മുഴുവൻ പുറന്തള്ളാനായിട്ട് നമുക്ക് അത് സഹായിക്കുന്നു. ഈ കെട്ടവെള്ളം കുടിച്ചാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഉള്ളിൽ കെട്ടി നിൽക്കുന്ന മലത്തെ മുഴുവൻ പുറന്തള്ളാൻ സഹായിക്കും. അതുകൊണ്ടാണ്. പിന്നെ കുറേ നേരം നമ്മൾ ശരീരത്തിൽ വെള്ളമില്ലാത്ത അവസ്ഥ വന്ന് ഡീഹൈഡ്രേഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വായു ഇങ്ങനെ മേലേക്ക് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ ഒന്ന് താഴേക്ക് ആക്കാൻ കൂടിയാണ് നമ്മൾ അല്പം ഉപ്പ് ചേർന്ന വെള്ളം കുടിച്ചോളാൻ പറയുന്നത്. അത് അതിരാവിലെ മാത്രം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. ആ സമയത്ത് ആ വെള്ളം കുടിക്കാം. അതുപോലെ രാവിലെ ഒരു 8 മണിക്കും 9 മണിക്കും ഉള്ളിൽ രാവിലത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം. ആ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് എന്നാണ് പറയുക. അതായത് രാജകീയമായിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രോട്ടീൻ കലർന്ന നല്ല സമ്പൂർണമായിട്ടുള്ളൊരു ഭക്ഷണം തന്നെ വേണം അതിരാവിലെ നമ്മൾ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ നല്ല പ്രോട്ടീൻ കലർന്നതാണ്. അപ്പോൾ ഏറ്റവും സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം വേണം അതിരാവിലെ നമ്മൾ കഴിക്കാനായിട്ട്. നിർബന്ധമായിട്ട് അത് കഴിച്ചിരിക്കണം. അത് മിസ്സാക്കുന്നത് പല വിധത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാണ്. അത് ഒട്ടുമിക്ക ആളുകൾ ഇപ്പം നമ്മുടെ അടുത്ത് രോഗികളായിട്ട് വരുന്നവരിൽ കാണാം. നമുക്ക് ചോദിക്കുമ്പോൾ പറയും രാവിലെ കഴിക്കാൻ സമയമില്ല. കഴിച്ചിട്ടില്ലെങ്കിൽ രോഗിയാണ്, ഒരു സംശയവും വേണ്ട. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തി അധികം വൈകാതെ നല്ല രോഗിയായിരിക്കും. ഏറ്റവും അത് വന്ന് നല്ല മാനസിക സമ്മർദ്ദത്തിന് വരെ ആ വ്യക്തിയിൽ ഇടവയ്ക്കും. സംശയമൊന്നും വേണ്ട. അതിരാവിലത്തെ ഭക്ഷണം വളരെ വളരെ നിർബന്ധം. നല്ല ഹെവി ഫുഡ് തന്നെ കഴിക്കണം. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് അതും കൃത്യമായിട്ട് ആ 1 മണിക്ക് 2 മണിക്കുള്ളിലായിട്ടുള്ള ആ ഭക്ഷണം അതും നിർബന്ധമാണ്. അതിൽ കഴിവതും സാലഡ് പോലെയുള്ള ഭക്ഷണങ്ങൾ കുറച്ച് ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ ഉത്തമം. അതുപോലെ സമ്പൂർണമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ കുറേ മത്സ്യമാംസാദികൾ മാത്രം കഴിക്കണം. മത്സ്യം കഴിക്കുന്നവരും മാംസം കഴിക്കുന്നവർക്കോ അത് ചെറിയ അളവിൽ കഴിക്കാവുന്ന ഏറ്റവും നല്ല സമയം ഉച്ച സമയമാണ്. അത് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അതിന് പകരം തൈരോ അതുപോലെയുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ രാത്രി ഭക്ഷണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 6 മണി അല്ലെങ്കിൽ 7 മണി അല്ലെങ്കിൽ ഒരു 7:30, ഏറ്റവും കൂടിയാൽ 7:30 മണിക്കുള്ളിൽ രാത്രിയിലെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചിരിക്കണം. ഇന്ന് ഷുഗർ കൂടുന്നുണ്ടോ, പ്രഷർ കൂടുന്നുണ്ടോ, കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ, തൈറോയ്ഡ് കൂടുന്നുണ്ടോ? എനിക്ക് പ്രധാന കാരണം രാത്രി വൈകിയുള്ള ഭക്ഷണമാണ്. സപ്പർ ലൈക്ക് ബഗർ എന്നാണ് പറയുക. രാത്രിയിലെ ഭക്ഷണം ബഗർ, യാചകനെ പോലെ അല്പം ഭക്ഷണം. രാത്രി അരവയർ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയും. ആ അരവയർ കഴിഞ്ഞിട്ട് അരവയർ ഭക്ഷണം അല്ലെങ്കിൽ അത്തിപ്പഴത്തോളം ഭക്ഷണം എന്ന് പറയും, പഴമക്കാർ പറയും. അത്രയും ഭക്ഷണം കഴിക്കാവൂ. അതിനുശേഷം അരക്കാതം നടക്കണം എന്നും പറയും. എന്ന് പറഞ്ഞാൽ ആ കഴിച്ച ഭക്ഷണത്തെ നേരത്തെ കഴിക്കണം, അല്പം ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ആ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിച്ചിട്ട് മാത്രമേ കിടക്കാവൂ. അത്തരം ചിട്ടകൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് കാലം നമുക്ക് ദീർഘായുസ്സോടെ ജീവിക്കാൻ സാധിക്കും. അതൊരു രാത്രി കഴിയുന്ന ഒരു 10 മണി 10:30 കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. അതുപോലെ രാവിലെ 4 മണി മുതൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുന്നേൽക്കാം. 6 മണിക്കുള്ളിൽ. 6 മണി കഴിഞ്ഞ് ഒരു കാരണവശാലും കിടന്നുറങ്ങാൻ പാടില്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, പഠിക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ മന്ദബുദ്ധികളായി മാറാനുള്ള ഒരുപാട് സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അവരിൽ നല്ല വികാരങ്ങളൊക്കെ കുറവായിരിക്കും. അതേസമയത്ത് ചീത്ത ചിന്തകൾ, നെഗറ്റീവ് എനർജി ഒരുപാടായിരിക്കും. ഈ രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ നേരം വൈകി എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളിലൊക്കെ നെഗറ്റീവ് എനർജി വളരെ കൂടുതലായിരിക്കും. അവർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും. അവരെപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിട്ടുള്ള മനസ്സിന് ഉടമകളായിരിക്കും. അവരിലെ പോസിറ്റീവ് തിങ്കിങ് കുറവായിരിക്കും.
അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു പഠനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലൊക്കെ വളരെ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം അവരുടെ കഴിവ് തെളിയിക്കും. ബാക്കി എല്ലാ ഭാഗങ്ങളും വളരെ വളരെ വീക്കായിരിക്കും. അവിടെ സ്നേഹത്തിനോ കരുണയ്ക്കോ ദയയ്ക്കോ അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ജീവിത കാര്യങ്ങളെക്കുറിച്ച്, ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളെ ഒന്ന് ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊന്നു കൂടിയുള്ളത്, നിർബന്ധമായിട്ടും രാവിലെ എണീറ്റാലോ അല്ലെങ്കിൽ സന്ധിക്കോ, തീരെ സമയമില്ലാത്തവരാണെങ്കിൽ സന്ധിക്കോ, 1 മണിക്കൂർ നേരമെങ്കിലും വ്യായാമം ചെയ്യും. നമ്മൾ ഈ ശരീരം പ്രായത്തിലേക്ക് പോകും തോറും സ്റ്റിഫായി കൊണ്ടിരിക്കും. എല്ലുകളൊക്കെ ഇങ്ങനെ സ്റ്റിഫാവാൻ തുടങ്ങും. ആ സ്റ്റിഫ്നെസ് ഇസ് ദ ഡെത്ത് എന്നാണ് പറയുക. ആ സ്റ്റിഫാവാൻ ശരീരത്തെ വിടാതെ ഫ്ലെക്സിബിളാക്കി വെക്കുക എന്നുള്ളതാണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ ശരീരത്തെ ഏറ്റവും ഫ്ലെക്സിബിളാക്കി വയ്ക്കാൻ, രക്തോട്ടം നടക്കാൻ, പ്രാണസഞ്ചാരം നടക്കാൻ നമുക്ക് അല്പം വ്യായാമം നിർബന്ധമായിട്ടും പരിശീലിക്കാം. അത് സ്വന്തമായിട്ട് നമുക്ക് അറിയുന്ന രീതിയിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു നല്ല അധ്യാപകരിൽ നിന്നോ ഗുരുവിൽ നിന്നോ ശീലിച്ച് പരിശീലിക്കുന്നത് വളരെ ഉത്തമം. ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരിക്കാൻ നമ്മൾ പാലിക്കേണ്ട ദൈനംദിന കാര്യങ്ങൾ. ഒരുപാട് അറിവുകളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗുരുജി നമ്മളായിട്ട് പങ്കുവെച്ചത്. എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടി. സോ താങ്ക് യു സോ മച്ച് ഗുരുജി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ.